വെള്ളക്കെട്ടിൽ ദുരിതത്തിലായി 13 കുടുംബങ്ങൾ. പന്മന ആക്കൽ ക്ഷേത്രത്തിന് വടക്കുഭാഗത്തെ പൊതുകുളത്തിന്റെ സമീപത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. ഓട നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുളവും റോഡും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അപകട സാധ്യത വളരെയേറെ. പന്മന ഗ്രാമപഞ്ചായത്തിലെ ആക്കൽ ക്ഷേത്രത്തിന് വടക്കുഭാഗത്തുള്ള പഞ്ചായത്ത് കുളത്തിന്റെ സമീപത്തെ കാഴ്ചയാണിത്. 13ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നത്. ഇത് നമ്മൾ നിൽക്കുന്നത് പന്മന വടുതല വാർഡിലാണ് നിൽക്കുന്നത്. വടുതല ആക്കൽ പ്രദേശമാണ്. ഇത് പഞ്ചായത്ത് കുളമായി കാണുന്നത് പഞ്ചായത്ത് കുളമാണ്. പഞ്ചായത്ത് കുളത്തിന്റെ നവീകരണത്തിന് വേണ്ടി 15 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഇതുവരെയായിട്ട് യാതൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ വാർഡ് മെമ്പറുടെ ഭാഗത്തുനിന്നോ യാതൊരു അനുകൂലമായ തീരുമാനങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷ കാലയളവ് കൊണ്ട് നമ്മൾ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഓട നിർമ്മിച്ചാൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കഴിയും. അതിന് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ വെള്ളക്കെട്ട് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി തരണം. ഇവിടുന്ന് അപ്പുറത്തോട്ട് 30 മീറ്റർ കഴിഞ്ഞ ഓട അതിനകത്തോട്ട് നമുക്ക് കൊടുത്തിട്ട് ഈ വെള്ളക്കെട്ടിന്റെ ഇതൊന്ന് മാറ്റി തന്നാൽ മതി. അതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടുതരണം. പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണന്റെ വാർഡാണിത്. താമസിക്കുന്നത് മെമ്പറും ഭാര്യയൊക്കെയാ. പക്ഷെ അവര് കയറി പോകുന്നത് ഈ വീട്ടിൽ കൂടെ. ഞങ്ങൾ എല്ലാവരും ഈ വെള്ളത്തിൽ കൂടെ കയറി എല്ലാവരും വല്ലവരുടെ വീട്ടിൽ കൂടെ കയറി പോകാൻ പറ്റും. വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പന്മന ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണിത്. 15 ലക്ഷം രൂപയൊന്നും നമ്മൾ വേണമെന്ന് പറയുന്നില്ല. 30 മീറ്റർ ഓട പണിഞ്ഞു തരിക എന്നുള്ള ആവശ്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പല തവണ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ പോലും പുള്ളി മുഖം തിരിഞ്ഞ് നടക്കുന്നതല്ലാതെ യാതൊരു നടപടി ഇതിനെടുത്തിട്ടില്ല. ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ പോയപ്പോൾ പുള്ളി അവിടെ ഇല്ല. പുള്ളി നഗരസഭയിൽ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. വൈകിട്ടേ വരുത്തോളം എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും കണ്ട് പന്മന ബാലകൃഷ്ണൻ ഇപ്പോഴും നമ്മൾ കണ്ടിട്ടാണ് വരുന്നത്. ഇവിടെയുള്ള ആൾക്കാരുമായിട്ടെല്ലാം സംസാരിച്ചു. യാതൊരു അധികാരികളെ കണ്ണു തുറക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന അപകടസ്ഥിതിക്കൊപ്പം രോഗഭീതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ അഴുക്ക് വെള്ളത്തിനകത്തൂടെ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ 3 കൊച്ചുങ്ങൾ ഇതിനകത്തൂടെ സ്കൂളിലും ട്യൂഷനും ഒക്കെ പോകുന്നത് 8 മണിയാവും ഇതിനകത്തൂടെ വരാൻ. പിന്നെ അഴുക്ക് വെള്ളമൊക്കെ അങ്ങനെ കാലൊക്കെ വളം കടിക്കുകയൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഇതാക്കി വണ്ടിക്കും എല്ലാം കംപ്ലൈന്റ് ആവുക. പിഞ്ചു കുഞ്ഞുങ്ങൾ അംഗൻവാടി പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ വരാണ് ഈ വെള്ളത്തിൽ കൂടെ നടന്നു പോകുന്നത്. ഇപ്പോൾ 20 ദിവസമായി മഴ തുടങ്ങിയിട്ട് 20 ദിവസം കൊണ്ട് ഈ വെള്ളത്തിൽ താണ്ടി ഈ കുഞ്ഞുങ്ങൾ വരെ സ്കൂളിൽ വരെ പോകുന്നത്. ഇതിനകത്ത് തന്നെ 3-4 ദിവസം കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളുണ്ട് ഈ വെള്ളത്തിൽ പേടി. ഇത് പുറത്തുനിന്നുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ കുളത്തിൽ വീണ് കഴിഞ്ഞാൽ ആ ആണിന്റെ പൊടി പോലും കിട്ടത്തില്ല. വെറും ശോചനീയ അവസ്ഥയായി പോയി. പന്മന ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവ് കൊണ്ട് അഴിമതിയുടെ കൂത്തരങ്ങ് മാത്രം. അവർക്ക് വണ്ടി എടുക്കാൻ കാശുണ്ട്. ജനങ്ങളുടെ സഞ്ചാരയോഗ്യമായ റോഡ് നിർമ്മിക്കാൻ വേണ്ടി അവരെ കാശില്ല. ഞങ്ങൾക്ക് ഒറ്റക്കാര്യം പറയാനുള്ളത് പഞ്ചായത്ത് അധികൃതരോട്, അധികാരികളെ കണ്ണു തുറക്കും. ഞങ്ങൾക്ക് ഓട സംബന്ധമായ കാര്യങ്ങൾ നേടിത്തരിക, ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരിക. ഇത്രേ നമുക്ക് പറയാനുള്ളൂ. എന്നാൽ ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, ചവറ.